മൈ ഡിയർ സ്റ്റുഡൻസ്, ഈ മൊഡ്യൂളിൻ്റെ ഏറ്റവും അവസാനത്തെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് ദ ലീസ്റ്റ് സ്ക്വയേഴ്സ് പ്രോബ്ലം. ലീസ്റ്റ് സ്ക്വയേഴ്സ് പ്രോബ്ലം ഒരു ക്ലാസിക്കൽ ഡേറ്റാ സയൻസുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസിക്കൽ മാത്തമാറ്റിക്കൽ പ്രോബ്ലം ആണ്. സം ഓഫ് ദ സ്ക്വയേഴ്സ് ഏറ്റവും ലീസ്റ്റ് ആകുന്ന രീതിയിൽ ഒരു ഒപ്റ്റിമൈസേഷൻ ഫിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കർവിൻ്റെ എക്സാക്ട് ഇക്വേഷൻ ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രൈമറി ഇതിൻ്റെ അകത്തെ ഒബ്ജക്റ്റീവ്. അപ്പം ഈ പ്രോബ്ലത്തെ പറ്റി ഒരു എലമെന്ററി എക്സ്പ്ലനേഷൻ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. എന്നിട്ട് ഈ പ്രോബ്ലം ചെയ്യുന്ന മെത്തഡോളജിയും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ കൺസിഡർ ഒരു XY പ്ലെയിൻ കൺസിഡർ ചെയ്യുന്നു. അതിനകത്തെ 3 പോയിന്റ്സ് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ 3 പോയിന്റ്സ് എന്ന് വെച്ചോളൂ. ലെറ്റ്സ് സേ ഇത് 1 2 ആണ്, ഇത് 2 3 ആണ്, ഇത് 0.5 4 ആണ്. ഓക്കെ, ഇനി നമ്മുടെ ഫ്രണ്ടിലുള്ള ചോദ്യം, ഇപ്പോൾ 3 പോയിന്റ്സ് ഉണ്ട്, ABC എന്നുള്ളതാണ് നമ്മുടെ 3 പോയിന്റ്സ്. ഇനി നമ്മുടെ മുമ്പിലുള്ള ചോദ്യം എന്ന് പറയുന്നത് ഈ 3 പോയിന്റ്സിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടണം. ഓക്കെ, പക്ഷെ അത് ഈ പോയിന്റ്സ് നോക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലാകും, പോയിന്റ്സ് കൊളീനിയർ അല്ലാത്തത് കൊണ്ട് തന്നെ 3 പോയിന്റ്സിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്തായാലും കിട്ടില്ല. ഓക്കെ, ഒരു കർവ് കിട്ടും, പക്ഷെ എന്ത് കിട്ടില്ല, ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഈ 3 പോയിന്റ്സിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇതാണ് ലീസ്റ്റ് സ്ക്വയർ പ്രോബ്ലത്തിന്റെ ബേസിക് നോഷൻ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇമ്പോസിബിൾ സൊല്യൂഷൻ ഉള്ള ഒരു പ്രോബ്ലം ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 3 ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് തന്നിരിക്കുന്നു. ഈ 3 പോയിന്റ്സ് കൊളീനിയർ അല്ലാത്തത് കൊണ്ട് വി കനോട്ട് ഫൈൻഡ് എ സ്ട്രെയിറ്റ് ലൈൻ വിച്ച് പാസസ് ത്രൂ ഓൾ ദീസ് പോയിന്റ്സ്. ഇങ്ങനെ ഒരു പോയിന്റ്സ് കിട്ടില്ല. അപ്പം നമ്മുടെ ആ പ്രോബ്ലത്തെ തന്നെ നമ്മൾ കുറച്ചുകൂടെ മാറ്റി ഡിഫൈൻ ചെയ്യുന്നു. മാറ്റി ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം എന്ന് പറയുന്നത് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടുപിടിക്കണം. ആ സ്ട്രെയിറ്റ് ലൈന് ഈ 3 പോയിന്റ്സിനോടും ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. അപ്പൊ 3 പോയിന്റ്സിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ എന്ന് വെച്ചാൽ ഈ പോയിന്റും ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏറ്റവും എന്തായിരിക്കണം, മിനിമം ആയിരിക്കണം. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ആണ് നമ്മൾ എടുക്കുന്നത്. സ്ക്വയർ റൂട്ടിന്റെ അകത്തെ സ്ക്വയർ റൂട്ട് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് സ്ക്വയേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, y2 - y1 ദ ഹോൾ സ്ക്വയർ പ്ലസ് x2 - x1 ദ ഹോൾ സ്ക്വയർ. അപ്പൊ സ്ക്വയേഴ്സ് ആണ്. അപ്പൊ ആ സ്ക്വയേഴ്സ് ഏറ്റവും മിനിമം ആകുമ്പോഴാണ് ഈ ലൈന് ഈ 3 പോയിന്റ്സിനോടും ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ലീസ്റ്റ് സ്ക്വയർ പ്രോബ്ലം. ഇങ്ങനെ നമുക്ക് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉള്ളൊരു പ്രോബ്ലം തരുമ്പോൾ അതിന് ഏറ്റവും പറ്റുന്ന രീതിയിൽ, അതിനോട് ഏറ്റവും അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന പ്രോബ്ലത്തെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ് ലീസ്റ്റ് സ്ക്വയർ പ്രോബ്ലവും അതിന്റെ സൊല്യൂഷൻ ടെക്നിക്കും. ഓക്കെ, ഇത് അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഈ പ്രോബ്ലത്തെ തന്നെ നമുക്കൊന്ന് അസസ് ചെയ്യാം. ഈ പ്രോബ്ലത്തെ അസസ് ചെയ്തിട്ട് നമ്മൾ ഇതിനൊരു പ്യുവർ മെട്രിക്സ് ആക്കി മാറ്റിയതിനു ശേഷം മെട്രിക്സിന്റെ ടെക്നിക്ക് വെച്ചിട്ട് ഇതിന്റെ ഏറ്റവും അപ്രോക്സിമേറ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. സോ നമുക്ക് ഇവിടെ കിട്ടേണ്ടത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ആണ്. ലെറ്റ്സ് സേ y = a0 + b0x എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടേണ്ടത്. ഇവിടെ എക്സും വൈയും നമ്മുടെ കയ്യിലുണ്ട്, കാരണം ഈ പോയിന്റ്സിൽ കൂടാണ് പാസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ പോയിന്റ്സിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സാധനമാണ് നമുക്ക് കിട്ടേണ്ടത്. സോ നമുക്ക് കിട്ടേണ്ടത് a0 b0 ആണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, സോ നമുക്ക് കിട്ടേണ്ട സൊല്യൂഷൻ വാല്യൂസ് എന്ന് വെച്ചാൽ a0ന്റെയും b0ന്റെയും അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. സോ ദാറ്റ് ദിസ് ലൈൻ ഈസ് ആക്ച്വലി റിയലി ക്ലോസർ ടു ഓൾ ദീസ് പോയിന്റ്സ്. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ഓക്കെ, അപ്പം ഇതെങ്ങനെ ചെയ്യാം? അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന പോയിന്റ്സുകൾ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. ഈ തന്നിരിക്കുന്ന പോയിന്റ്സുകൾ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് 1 2 ആണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. അപ്പൊ അവിടുത്തെ x എന്നുള്ളത് 1, y എന്നുള്ളത് 2 ആണ്. സോ 2 = a0 + b0 × 1. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ y = എന്താണ്, 3 ആണ്. 3 = a0 + 2b0. അടുത്തത് മൂന്നാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ 4 ആണ്. 4 = a0 + 0.5 × b0. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 3 സെറ്റ് ഓഫ് ഇക്വേഷൻസ് കിട്ടി.
ഈ 3 സെറ്റ് ഓഫ് ഇക്വേഷൻസിൽ നിന്നും ഇത് രണ്ടും വൈയുടെ വാല്യൂ ആണ് കിട്ടുന്നത്. ഒന്ന് ഒറിജിനൽ വൈയുടെ വാല്യൂ ആണ്, രണ്ട് നമ്മൾ ഇക്വേഷൻ്റെ അകത്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന വൈയുടെ വാല്യൂ ആണ്. സോ ഇത് തമ്മിലുള്ള ഡിഫറൻസിന്റെ സ്ക്വയർ ഏറ്റവും മിനിമം ആകുമ്പോഴാണ് നമുക്ക് ഈ പ്രോബ്ലത്തിന് ഒരു അപ്രോക്സിമേറ്റ് സൊല്യൂഷൻ ഉണ്ടെന്ന് പറയുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ ഒരു മെട്രിക്സ് ആക്കി മാറ്റാം. സോ നമുക്ക് എ നോട്ടിന്റെയും ബി നോട്ടിന്റെയും വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എ നോട്ടിന്റെയും ബി നോട്ടിന്റെയും കോഎഫിഷ്യന്റ് വെച്ചിട്ട് നമ്മളൊരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആണിത്. സോ ഇതിനെ ഒരു മെട്രിക്സ് ആക്കി മാറ്റിയാൽ ഫസ്റ്റ് കമ്പോണന്റ് ഈസ് 1 1, സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് 1 2, തേർഡ് ഇക്വേഷനിൽ നിന്ന് 1 1, തേർഡ് ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് 1 2, തേർഡ് ഇക്വേഷനിൽ നിന്ന് 1 0.5 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്ന മെട്രിക്സ്. നമുക്ക് കിട്ടേണ്ട സൊല്യൂഷൻ എക്സ് എന്നുള്ളതിന് ഇവിടുത്തെ സൊല്യൂഷൻ കിട്ടേണ്ട വാല്യൂസ് എ നോട്ടും ബി നോട്ടുമാണ്. സോ നമുക്ക് കിട്ടേണ്ട വൈ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു ബി എന്നുള്ളതാണ് നമ്മൾ സാധാരണ എഴുതുന്നത് 2 3 4. അപ്പം നമ്മൾ ഇപ്പോൾ ഈ സെറ്റ് ഓഫ് ഇക്വേഷൻസിനെ നമ്മളൊരു മെട്രിക്സ് ഫോമിലാക്കി. ആ മെട്രിക്സ് എന്ന് വെച്ചാൽ എ എക്സ് ഈസ് ഈക്വൽ ടു ബി എന്നുള്ളതാണ് മെട്രിക്സ്, വേറെ എ ഈസ് ഈക്വൽ ടു ഈ മെട്രിക്സ് ആണ്, എക്സ് ഈസ് ഈക്വൽ ടു ഈ മെട്രിക്സ് ആണ്, ബി ഈസ് ഈക്വൽ ടു ഈ മെട്രിക്സ് ആണ്. ഇനി നമ്മുടെ മുമ്പിലുള്ള ചോദ്യം എന്ന് പറയുന്നത് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് നമുക്ക് കയ്യിലുള്ള വാല്യൂ ആണ്, ഇത് നമ്മൾ ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇക്വേഷൻസിന്റെ വാല്യൂ ആണ്. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഏറ്റവും മിനിമം ആകുക എന്നുള്ളതാണ്, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പൊ അതായത് എ എക്സും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് നോം ഓഫ് എ എക്സ് മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഏറ്റവും മിനിമം ആകുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള. അങ്ങനെ മിനിമം ആകുന്ന രീതിയിൽ എക്സിന്റെ വാല്യൂ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ എ എക്സ് മൈനസ് ബി ദ ഹോൾ സ്ക്വയർ മിനിമം ആകുക എന്ന് വെച്ചാൽ നോം ഓഫ് എ എക്സ് മൈനസ് ബി എന്താകുക, മിനിമം ആകുക. അപ്പൊ അങ്ങനെ കിട്ടുന്ന രീതിയിൽ ഒരു എക്സിന്റെ സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ലീസ്റ്റ് സ്ക്വയർ പ്രോബ്ലത്തിന്റെ ബേസിക് പ്രിമിസ്. ഇത് നമുക്ക് എത്തരം പ്രോബ്ലത്തിൽ വേണമെങ്കിലും ചെയ്യാം, ഏത് തരം പ്രോബ്ലത്തിനും ചെയ്യാം. നമ്മൾ ചെയ്യുന്ന എസെൻഷ്യലി അതിനെ ഇതുപോലൊരു മെട്രിക്സ് എ എക്സ് ഇസ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞൊരു ഫോമിലുള്ള ഒരു മെട്രിക്സ് ആക്കിയിട്ട് ആ മെട്രിക്സിന്റെ അകത്തുനിന്ന് എ എക്സ് മൈനസ് ബിയുടെ നോമിന്റെ സ്ക്വയർ മിനിമം ആക്കുന്നതാണ് പ്രോബ്ലം എങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി എ ലീസ്റ്റ് സ്ക്വയർ പ്രോബ്ലം. ഇനി നമ്മൾ ഈ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ടെക്നിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Our solution actually depends upon a theorem which states that if x is a solution of a least square problem, x is equal to b, then x satisfies A transpose AX is equal to A transpose B. ഓക്കെ, ഇതാണ് ഈ സെറ്റ് ഓഫ് ഇക്വേഷൻസിനെയാണ് നമ്മൾ നോർമൽ ഇക്വേഷൻസ് എന്ന് വിളിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ലീസ്റ്റ് സ്ക്വയർ പ്രോബ്ലത്തിന്റെ സൊല്യൂഷന്റെ ടെക്നിക്. അതായത് എനിക്ക് എ എക്സ് ഈസ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ലീസ്റ്റ് സ്ക്വയർ പ്രോബ്ലത്തിന്റെ ഒരു സൊല്യൂഷൻ ആണ് കണ്ടെത്തേണ്ടത്. ഇവിടെ എക്സ് ആണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, ഇവിടുത്തെ പ്രീവിയസ് പ്രോബ്ലത്തിൽ എ നോട്ടും ബി നോട്ടും കണ്ടുപിടിച്ചാൽ നമുക്കത് ഇക്വേഷൻ അത്തിട്ട് കൊടുക്കുമ്പോൾ ആ സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഓക്കെ, അപ്പം ഈ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ എക്സ് ആകണമെങ്കിൽ അത് ഏത് ഇക്വേഷൻ കൂടെ സാറ്റിസ്ഫൈ ചെയ്യും? എ ട്രാൻസ്പോസ് എ എക്സ് ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ബി എന്ന് പറയുന്ന ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസും സാറ്റിസ്ഫൈ ചെയ്യും. ഇതിൽ നിന്നാണ് നമ്മൾ ആക്ച്വലി സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. നമ്മൾ എ എക്സ് ഇസ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് ഇതിൽ നിന്നാണ്. കാരണം ഇതിൽ നിന്ന് ഡയറക്ട്ലി സോൾവ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ കാരണം ആ സിസ്റ്റത്തിന് എന്തില്ല, സൊല്യൂഷൻ ഇല്ല. ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഈ 3 ലൈൻസിൽ കൂടെ 3 പോയിന്റ്സിൽ കൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനിന്റെ സൊല്യൂഷൻ ആയിട്ടാണ് കണ്ടുപിടിക്കുന്നത്. പക്ഷെ അതൊരിക്കലും പോസിബിൾ അല്ല, കാരണം ഈ 3 പോയിന്റ്സിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒരിക്കലും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ സിസ്റ്റത്തിന് സൊല്യൂഷൻ എക്സാക്ട്ലി സൊല്യൂഷൻ ഇല്ലെങ്കിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫോം ചെയ്യുന്ന ലീസ്റ്റ് സ്ക്വയർ പ്രോബ്ലം ആയതുകൊണ്ട് ആ സൊല്യൂഷന് പകരം എ ട്രാൻസ്പോസ് എ എക്സ് ഇസിക്കൽ ടു എ ട്രാൻസ്പോസ് ബി എന്ന് പറയുന്ന ഒരു അസോസിയേറ്റഡ് നോർമൽ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻ കണ്ടെത്തിയാൽ നമുക്ക് അതിൽ നിന്ന് തന്നെ ലീസ്റ്റ് സ്ക്വയർ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കിട്ടും എന്നുള്ളതാണ് തിയറി. അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ട് നമ്മളൊരു പ്രോബ്ലം ചെയ്ത് നോക്കി നമുക്ക് പ്രോബ്ലം മനസ്സിലാക്കാൻ സാധിക്കും.